ഒരു ചെറിയ വിത്ത് നടുന്നു, അതിന് കുറച്ച് വെള്ളം ഒഴിക്കുന്നു, അതൊരു ചെടിയാവുന്നു, അത് പിന്നീട് പൂക്കുന്നു, പൂവ് കായ്ക്കുന്നു, ആ കായിൽ നിന്ന് കുറേ കോട്ടൺ കിട്ടുന്നു, പഞ്ഞി, ഉന്നം. അപ്പോൾ ആ പഞ്ഞിയിൽ നിന്ന് കുറേ നൂല് ഉണ്ടാക്കുന്നു, നൂല് കൊണ്ട് നെയ്തെടുക്കുന്ന വസ്ത്രം അല്ലേ? പറയാൻ എന്തൊരു എളുപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെയ്തെടുക്കുന്ന വസ്ത്രവും ഒരുപാട് അത്ഭുത സൃഷ്ടികളുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കൈകൊണ്ട് മാത്രം നൂല് ഇഴകൾ തുന്നിച്ചേർത്ത് അങ്ങനെ ഒരു അത്യപൂർവ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ചേട്ടനും, അതുപോലെ തന്നെ കൈകൊണ്ടും കാലുകൊണ്ടും നെയ്തെടുക്കുന്ന മറ്റ് തുണിത്തരങ്ങളും ഒക്കെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കൈകൊണ്ട് നെയ്തെടുത്ത ചേട്ടന് നാഷണൽ അവാർഡും അതുപോലെ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയൊരു ചേട്ടനാണ്. എങ്ങനെ അവാർഡൊക്കെ കിട്ടാതിരിക്കും? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭയങ്കര അത്ഭുത സൃഷ്ടി തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഒരുപാട് പണിയുണ്ട് ഇതിന്, വിചാരിക്കുന്ന പോലെയല്ല, ഈസിയല്ല. ശരി ഹാൻഡ് വേണ്ട, നെയ്ത്ത് നെയ്യുന്ന ഓർഡർ. ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നമ്മൾക്കുണ്ടായാലും എന്തായാലും ഏത് ശീലങ്ങളൊക്കെ ആയി നിങ്ങളിതിൻ്റെ ആളാണ്. ഇതിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പിന്നെ അത്യാവശ്യം കുട്ടികളെല്ലാം കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതൊന്നും കുട്ടികളൊന്നും അങ്ങനെ കണ്ടു കാണില്ല. ഗാന്ധിജിനെയാണ് ഇവിടെ നെയ്ത് വെച്ചിട്ടുള്ളത്. ചേട്ടാ, ഇപ്പൊ നമുക്ക് ഒന്ന് നെയ്ത് കാണിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പം ഗാന്ധിജിന്റെ ഫോട്ടോ ചെയ്യുന്നത്. ഗാന്ധിജിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ നെയ്യുന്നത് അല്ലേ? അതെ അതെ. നമുക്ക് ഗാന്ധിജിനെ നെയ്തിട്ട് ലൈവായിട്ട് കാണിക്കുകയാണ്. ഇതന്നെ ഇന്നത്തെ തലമുറ കുട്ടികൾ ഇപ്പം വെല്ലുവിളിയൊന്നും എല്ലാവർക്കും അങ്ങനെ നെയ്ത്ത് കമ്പനിയിൽ കയറിയിട്ട് തന്നെ കാണാനൊന്നും പറ്റില്ല. എന്തായാലും ചേട്ടൻ നെയ്തിട്ട് കാണിക്കാൻ പോവുകയാണ്. ഇപ്പൊ ചേട്ടാ എന്താ ചെയ്യുന്നത്? ഇത് നൂല് ഷെയ്ഡിനനുസരിച്ച് കളറ് മാറ്റി മാറ്റി കോർത്തെടുക്കല. ഓരോ അതിന്റെ ഷെയ്ഡിനനുസരിച്ചാണ്. എത്ര ടൈം എടുക്കും? ഇതൊരു ഫോട്ടോ ചെയ്യാനും ഒരു 8 ദിവസം എടുക്കും. എത്ര? ഒരു 8 ദിവസം ഒരു ഫോട്ടോ എടുക്കും ചെയ്യാൻ വേണ്ടി. 8 ദിവസം? ദിവസം. അപ്പൊ ഗാന്ധിജിന്റെ ഫുൾ ഫോട്ടോ ചെയ്യുന്നതാണെങ്കിൽ 8 ദിവസം എടുക്കുന്നതാണ് പറയുന്നത്. അത് ഓരോ ഫോട്ടോ പിന്നെ അളവിനും വലിപ്പത്തിനും അളവിനനുസരിച്ച് മാറും.
ചേട്ടനെവിടുന്ന നെയ്യുന്നേ? നിങ്ങളെവിടുന്ന നെയ്യുന്നത്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ടോട്ടലുള്ള ഇന്ത്യൻ ഹാൻഡ് ടെക്നോളജിയിലെ സ്റ്റാഫാണ്. ആണല്ലേ? എത്ര വർഷമായി ജോലി ചെയ്യുന്നത് അവിടെ? 13 വർഷമായി. വീട് കൂടാലെയാണ്. കൂടാലോ? കൂടാലെ. ചില്ലറക്കാരനല്ല അല്ലേ? അല്ല. എന്തൊക്കെ അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ? അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരള ഗവൺമെന്റിന്റെ തൊഴിൽശ്രേഷ്ഠ അവാർഡ്, അത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് കരകൗശല വിഭാഗത്തിലാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ പിന്നെ വേറൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ നാഷണൽ അവാർഡ് അവാർഡ് കിട്ടി. നാഷണൽ അവാർഡെല്ലാം കിട്ടിയ ആളാണ്, ചില്ലറക്കാരനല്ല. അല്ല, അതെല്ലേ? അപ്പൊ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് മന്ത്രിമാരൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ അല്ലേ? ഇത് ഇതുപോലെ നേരിട്ടില്ലേ? അപ്പൊ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. എനിക്ക് CM ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? അതിന് കൊടുക്കണം വിദ്യാർത്ഥിന്. അത് ചില്ലറക്കാരനല്ലാതെ നമ്മളെ നാട്ടുകാരെ. അബ്ദുൽ കലാമിന്റെ ചെയ്തിട്ടുണ്ട്. അബ്ദുൽ കലാമിന്റെ ചെയ്തിട്ടുണ്ട് അല്ലേ? കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇദ്ദേഹം ചെയ്തു വെച്ചാണ് കേട്ടോ. ഇത് ബാക്ക് സൈഡ് ആണല്ലേ? എനിക്കിത് കട്ട് ചെയ്തിട്ട് മറിക്കണം അല്ലേ? ഈ ഗാന്ധിജിനൊക്കെ അദ്ദേഹം ചെയ്തതാണ്. ഈ തുണിയിൽ ചെയ്തിട്ട് പിന്നെ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ട്രൈ ചെയ്തു അല്ലേ? നല്ലോണം ക്ഷമമാണ് തീർച്ചയായിട്ടും. 8 ദിവസം എടുക്കുന്ന മതിയാ അല്ല? നിങ്ങൾ ചെയ്ത് ഗാന്ധിജിയെ നമ്മൾ കണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അതിന്റെ പരിമിതിയുണ്ട്. നമുക്ക് വളരെ തുടങ്ങിയ അല്ല തുന്നിപ്പിടിപ്പിക്കുന്ന അല്ല, തുന്നല്ല, നെയ്ത്താണ്. നെയ്യലാണ്, തുന്നല്ല. നെയ്തില്ലല്ലോ? നെയ്ത് തുടങ്ങിയില്ലല്ലോ? അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ ചേട്ടാ, ഞാൻ വിചാരിച്ച് നെയ്ത്തുണ്ടല്ലോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഹാൻഡ് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാവിന്റെ ഇടയിട്ട് ഊടാനൂല് സൈഡിനനുസരിച്ചിട്ട് കളർ മാറി മാറി കൊടുക്കുക. അങ്ങനെയാണ്. അപ്പൊ ഭയങ്കര റിസ്ക് പിടിച്ചാണല്ലോ. തിരക്കം ശ്രദ്ധിച്ച് ചെയ്യണം, ക്ഷമ വേണം. അതുപോലെ തന്നെ ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനും പറ്റും. ചുമ്മാതെല്ലാം ഇങ്ങോട്ട് നാഷണൽ അവാർഡ് കിട്ടി, ഇന്ത്യൻ വലിയ അവാർഡൊന്നും കിട്ടാനായിട്ടിട്ടെ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഈ കാണുന്നതിനൊക്കെ ചെയ്തല്ലേ? ഇദ്ദേഹം പറഞ്ഞു ഒന്നുകൂടി കാണിക്കണം. ഇതൊക്കെ ഇങ്ങനെ തുന്നിയിട്ട് കൈകൊണ്ട് തന്നെ ചെയ്യുക. കൈകൊണ്ട് തന്നെ നെയ്തില്ല, തുന്നല്ല, അതെ, കൈകൊണ്ട് നെയ്യും. അപ്പൊ എന്തായാലും കുറച്ച് സമയം നെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഫിനിഷ് ആയതിനു ശേഷം ഇത് കട്ട് ചെയ്തിട്ട് മറിക്കണം. ഈ സാധനം ആർക്കാർക്കും കൊടുക്കുക. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്മുടെ പകുതി ഇതിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇതിൽ നെയ്യുന്നതാ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലൈവായിട്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനകത്ത് പിന്നെ ഇത് പ്രസന്റ് ചെയ്തില്ല. മുന്നേറ്റത്തെ പ്രസന്റ് ചെയ്തില്ല. ഇപ്പൊ ഇവിടെ കാണാൻ മറ്റുള്ളവരെല്ലാം എങ്ങനെയാണ്? ഇതെല്ലാം സെയിലാണ്? സെയിലില്ല. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനല്ലേ, കോളേജല്ല, പഠിപ്പിക്കൽ മാത്രമേ സെയിലില്ല. നമ്മുടെ പ്രൊഡക്ഷനില്ല. അതുപോലെ ഇതുപോലെ ഒരുപാട് ചെയ്യാൻ കഴിയട്ടെ. ഒരുപാട് വലിയ വലിയ അവാർഡുകൾ ഇനിയും നാഷണൽ അവാർഡും അതിന്റെ അപ്പുറമുള്ള അവാർഡെല്ലാം കിട്ടട്ടെ. ഒന്ന് രണ്ട് ചെയ്യുന്ന എന്താണ് നമ്മുടെ നെയ്ത്തിന്റെ ആള് തന്നെ
കാര്യമായ ആൾക്കാരെ ഇപ്പം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം എത്ര ദിവസം എടുത്തു കേട്ടോ ഇത് ചെയ്യാൻ? എത്ര ദിവസം എടുത്തു? ഇത് 15 ദിവസമായിരുന്നു. 15 ദിവസം. ഇത് രണ്ടും കൂടി അതിപ്പോ കൈകൊണ്ട് ചെയ്യുന്നല്ലോ. ഇതുപോലെ നമ്മൾ ഭയങ്കര സംഭവം തന്നെ. ഇതിനെ കൊണ്ടൊക്കെയാണ് നേരിട്ടും നൂല് ആക്കിയിട്ടും നേരിട്ടൊക്കെ നമ്മൾ ഷർട്ടും അതുപോലെ എല്ലാ ഡ്രസ്സുകളും ഇടുന്നത്. ഇതാണെന്നെല്ലാം ആര് ചെയ്യുക? ഇതൊക്കെ നമ്മളവിടെ ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഒരു സബ്ജക്ട് അവർക്ക് ക്രാഫ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട സബ്ജക്ട് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇത് വളരെ കുറച്ച് പ്രോഡക്റ്റ് ഇങ്ങോട്ടൊക്കെ എടുത്തിട്ടില്ല. ഒരുപാട് പ്രോഡക്ട്സ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള കോഴ്സാണ്. ഈ ചെരുപ്പെല്ലാം കുട്ടികൾ എഴുതാൻ? ആ, ചെരുപ്പ് മുഴുവനും കുട്ടികൾ എഴുതാം. വേറെങ്ങനെ? എന്റെ പേര് ദീപേഷ് ആണ്. വീട് അരീക്കോടാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ സ്റ്റാൻഡേർഡ് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ പ്രോജക്റ്റ് ആകുമ്പോൾ അവിടെ കാണുന്ന ഇതൊക്കെ കുട്ടികൾ ചെയ്തതാണ്. അവിടെ ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിക്കുന്ന കുട്ടികൾ ചെയ്തതാണ്. ഇത് നമ്മളൊരു ടീം കുട്ടികൾക്ക് കൊടുത്തിട്ട് അവർ ഓരോ ടീം സെലക്ട് ചെയ്ത് ഇപ്പോൾ കളരി വരുന്ന ഒരു ടീം കൊടുത്താണ്. കുട്ടികളെ തന്നെ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് ഫോട്ടോഗ്രാഫ് യൂസ് ചെയ്യുന്ന ഡിസൈൻ ചെയ്ത് അത് പിന്നെ ഡെവലപ്പ് ചെയ്തതിന് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. ബീഡ്സ് മാർക്കൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുത്തതിന് ശേഷം ഹാൻഡ്ലൂമിൽ ഇലക്ട്രോണിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹാൻഡ്ലൂമിൽ അവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഫാബ്രിക്സ് ആണ്. ഒന്ന് ജസ്റ്റ് ഇത് അതുപോലെ ഇതൊക്കെ. ഇത് വള്ളംകളി വരുന്നൊരു ടീമാണ്. വള്ളംകളി വരുന്ന ടീം ജസ്റ്റ് അവർ ടീം കൊടുക്കുന്നില്ല. അവരുടെ ആവശ്യത്തിനനുസരിച്ച് പലതിനായിട്ട് ടെക്സ്റ്റേഴ്സ് നിരവധി ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഫുള്ള് വിദ്യാർത്ഥികൾ തന്നെയാണ് ഏറ്റവും സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ കണ്ണൂരിന്റെ ഒരു ടീം നമ്മുടെ തെയ്യത്തിന്റെ ഒരു ടീം കൊടുത്താണ്. അത് ഇത് സോളിഡ് ആയിട്ട് ഇങ്ങനെ വിട്ടാൽ നമ്മള് കുറച്ചുകൂടി വ്യൂസും കാര്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഇത്രയും ക്ലാരിറ്റി കിട്ടില്ല. ഇതിപ്പോ 4 എഫക്ട് വരുന്ന എഫക്റ്റാണ്. അപ്പൊ ഇവിടെ ഒരു റെഡ് ഒരു കളർ വേണം, ഇവിടെ ബ്ലാക്ക് യെല്ലോ, ഇതുപോലെ വൈറ്റ് റെഡ്, ഇങ്ങനെ നിരവധി കളേഴ്സ് ആയിട്ടാണ് ഡിസൈൻസ് ഫോം ചെയ്തത്. സാധാരണ ഇതിലൊന്നും അങ്ങനെ കിട്ടില്ല. അവർ പ്രത്യേകതരം വ്യൂസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നെയ്ത് കാണിക്കുന്നതാണ് ഈ ഒരു കാഴ്ച. ഇതില് ഓട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട് അങ്ങനെയാണ് ഈ സാധനം. അതായത് നെയ്ത് വരുന്നത്. നമ്മളിൽ ഇടുന്ന ഡ്രസ്സെല്ലാം തയ്ച്ചെല്ലാം നെയ്ത് എന്ന് തുണിയാക്കുന്ന നൂല് കൊണ്ട് തുണിയാക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത്. ഇതുണ്ടോ? ഇതില് നൂലിങ്ങനെ വെച്ചതിന് ശേഷം ഇതെടുത്തിട്ട് ചേട്ടാ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതില് പേൺ എന്ന് പറയും. പേണിന് ലെഫ്റ്റ് ബൈൻഡ് ചെയ്ത് അത് സെക്കൻഡ് ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം നമ്മളെ ഡിസൈൻ അനുസരിച്ച് റെഡലിംഗ് ഓർഡർ പ്രകാരം ചെയ്യും. ഇത് കൈ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, കാല് ഇതുണ്ടോ? കാലും ഇതേമാതിരി കാലും കയ്യും എല്ലാം പ്രവർത്തിക്കണം. അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കാൻ ഇതിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. കാണുന്നുണ്ടല്ലോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഓടുന്ന കാണിക്കാൻ പറ്റുന്നില്ല. ഓടെന്ന് പറയും കേട്ടോ, ഓടം. ഭംഗിയുള്ള തുണിയായിട്ട് വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പൊ നമ്മളങ്ങനെ കാണുന്നുണ്ട്. ഭയങ്കര സ്പീഡാണ്.
ഇപ്പൊ ഒന്നുകൂടി വെച്ചു അല്ലേ? അത് ചേഞ്ച് ചെയ്തു, കളർ ചേഞ്ച് ചെയ്തു. കളർ ചേഞ്ച് ചെയ്യുന്നതാണ് ഇത് ലെഫ്റ്റ് പോർഷൻ ടേക്ക് പോർഷൻ. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് കണ്ണാടിപ്പറമ്പ്. കണ്ണാടിപ്പറമ്പ്. പേരെന്താ? പേര് രവീന്ദ്ര. എത്ര വർഷമായി പിന്നെ നെയ്ത്ത് തുടങ്ങി? നെയ്ത്ത് തുടങ്ങി വന്ന എനിക്ക് 58 വയസ്സായി. ട്രഡീഷണൽ ആയിട്ട് വീടിൽ തന്നെ ചെറുപ്രായത്തില് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പഠിച്ചു വന്നത്. അതിന്റെ ഡിസൈനിങ് ഒക്കെ പഠിച്ചത് കോട്ടയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി പോയിട്ടാണ് ഡിസൈനിങ് പഠിച്ചത്. ഇതിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ആയിട്ട് വീട്ടിൽ നിന്ന് പാരമ്പര്യമായിട്ട് അച്ഛനിൽ നിന്ന് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തായാലും എല്ലാവരും ആശംസകളും കേട്ടു. കാരണം പിന്നെ എന്തെങ്കിലും അവാർഡ് മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടില്ല? ഞാൻ അവിടെ അങ്ങനത്തെ അതിനൊന്നും കൊടുത്തിട്ടില്ല. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് എല്ലാവരെയും ഡ്രസ് അണിയിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് ഭാഗ്യം ഉണ്ടാകട്ടെ. അത് 10-14 വർഷത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അതിന് മുന്നേ ആയിരുന്നു വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് വീട് ചെയ്യുകയായിരുന്നു. കയറ് പിരിക്കുന്ന കാഴ്ച, കയറ് പിരി ഹാൻഡ് വർക്കാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം സെയിലിനുള്ളതാ? സെയിലിനുള്ളതാ? സെയിലിനല്ലേ? ഇതെല്ലാം കൈകൊണ്ടുണ്ടാക്കുന്ന തന്നെയാ? എങ്ങനെ നാഷണൽ അവാർഡ് കിട്ടാതിരിക്കും അല്ലേ? ഒരുപാട് അവാർഡ് ഇനിയും വാരിക്കൂട്ടിട്ടെ. കാരണം കൈ കൊണ്ട് നൂലിഴകൾ തുന്നിച്ചേർത്ത് ഉണ്ടാക്കുന്ന പല ചിത്രങ്ങളും നമ്മൾ കണ്ടു അല്ലേ? ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ ഓരോ നേതാക്കന്മാർക്കും ചിത്രങ്ങൾ വരച്ച് അവർക്കൊക്കെ കൊടുത്തതുകൊണ്ട് ലാസ്റ്റ് ഈ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും ഇതേപോലെ ഒരുപാട് ചിത്രങ്ങൾ തുന്നിക്കൂട്ടട്ടെ. പിന്നെ 8-10 ദിവസം കൊണ്ട് തുന്നിക്കൂട്ടുന്ന ഈ ചിത്രങ്ങൾ ഒരുപാട് ക്ഷമയും ഒക്കെ വേണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഈ 2 ചേട്ടനും അതുപോലെ തന്നെ ഇതുപോലെ ചെയ്യുന്ന എല്ലാ നെയ്ത്തുകാർക്കും ഒരുപാട് സപ്പോർട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപാൽ, കണ്ണൂർ.